ിലേക്ക് പോകുന്നില്ല. ഈ സഭയിൽ വരുമ്പോ ഒരു പ്രത്യേകത, വലിയ ആവേശത്തോടുകൂടി ചിലരൊക്കെ പ്രസംഗിക്കുന്നതായി നടിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിലൊരു ആന്തരിക ക്ഷീണം കാണാം. കാരണം എന്താ? പ്രതിപക്ഷത്തെ പലരെയും കാണാനില്ല എന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വരും, എനിക്കറിയില്ല. എവിടെ പോയി വീരശൂര പരാക്രമികൾ? ചിലർ ജയിലിൽ, ചിലർ ആശുപത്രിയിൽ, ചിലർ ജാമ്യത്തിൽ, ചിലർ ജയിലിലേക്കുള്ള യാത്രയിൽ. എന്താ കേസ്? അഴിമതിയല്ലേ? ലീഗുകാർ പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയണ്ടേ? കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും വലിയ നേതാവ് CH മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് മലബാറിൽ ഒരു സ്വീകരണം കിട്ടി. ആ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുമ്പോ തന്നെ കേൾക്കാൻ കൂടിയ പുരുഷാരത്തോട് അദ്ദേഹം പറഞ്ഞു, കഴിവുകെട്ടവനെന്നൊരു പക്ഷേ ഞാൻ പേര് കേൾപ്പിച്ചാലും അഴിമതിക്കാരനെന്ന് പേര് കേൾപ്പിക്കില്ല, അത് വാക്കുതരുന്നു എന്നാണ് പറഞ്ഞത്. ആ പാർട്ടിയുടെ ഇന്നത്തെ നേതാക്കന്മാരെല്ലാം ജയിലിലും ജയിലിലേക്കുള്ള യാത്രയിലും അല്ലേ? രാഷ്ട്രീയ പ്രേരിതമാണത്രേ. 149 പരാതികൾ മഞ്ചേശ്വരം MLA പേരിൽ വന്നു. അതിൽ ഒരെണ്ണം CPM കാരൻ കൊടുത്ത പരാതിയുണ്ടോ? ഒരെണ്ണം DYFI കാരൻ കൊടുത്ത പരാതിയുണ്ടോ? എല്ലാം നിങ്ങളുടെ പാർട്ടിയല്ലേ? നിങ്ങളുടെ കൂട്ടരെ ഇങ്ങനെ പറ്റിച്ചാൽ പിന്നെ മറ്റുള്ളവരെ നിങ്ങൾ എങ്ങനെ പറ്റിക്കും? എന്തെല്ലാം അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പാലം പൊളിഞ്ഞു വീണു. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ പാലം പൊളിക്കേണ്ടി വന്ന്? ഇഞ്ചി കൃഷി നടത്തി 6000 സ്ക്വയർ ഫീറ്റ് വീട് കർണാടകയിലും മാണ്ഡ്യയിലും മൈസൂരിലും ഇഞ്ചി കൃഷി നടത്തുന്ന പാവപ്പെട്ട കൃഷിക്കാരൻ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഒരു മുടങ്കാരിൽ തൂങ്ങി വരിക്കുന്നു. അപ്പൊ ഇവിടെ ഇഞ്ചി കൃഷി നടത്തിയിട്ട് 6000 സ്ക്വയർ ഫീറ്റ് വീട്, ഇഞ്ചി കൃഷിയിലെ നോബൽ സമ്മാനം ഇപ്പോ അദ്ദേഹത്തെ തേടിയെത്തും. പക്ഷെ അത് സ്വീകരിക്കേണ്ടി വരിക സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണോ എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. വെറുക്കപ്പെട്ടവരായി നിങ്ങൾ മാറി. നിങ്ങൾ മനസ്സിലായിക്കോണം. പഞ്ചായത്ത്